ഹലോ, എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു വിശ്വസിക്കുന്നു. ഞാൻ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും ലൈറ്റിങ്സും ഒന്നും നോക്കാണ്ട് വീഡിയോ എടുക്കാനുള്ള ഒറ്റ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനി ഈ ഒരു സാധനം സ്പ്രെഡ് ആവുന്നതിന് മുന്നേ എൻ്റെ പ്രൊഫൈലിൽ തന്നെ ഈ ഒരു വീഡിയോ അപ്ലോഡ് ആവുക എന്നുള്ളത് എൻ്റെ കൂടി ആവശ്യമായതുകൊണ്ട് മാത്രമാണ്. നിങ്ങളെല്ലാവരും ഒരു ന്യൂസ് കണ്ടിട്ടുണ്ടാവും. ഈ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസൊക്കെ ഇടുന്ന ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടുള്ള യദു എന്ന് പറയുന്ന ഒരാളെ 16-ലധികം പെൺകുട്ടികളെ പീഡിപ്പിച്ചതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് എന്നൊക്കെ ആ ഒരു കേസും കാര്യങ്ങളൊക്കെ ന്യൂസ് ഞാൻ എന്തായാലും ജസ്റ്റ് ഒന്ന് കേൾപ്പിക്കാം. എന്നിട്ട് ഞാൻ ഇങ്ങനൊരു വീഡിയോ എടുക്കാനുണ്ടായ കാരണം എന്താണെന്നുള്ളതും കൂടെ ഞാൻ വളരെ കൃത്യമായിട്ട് പറയാം. നമുക്ക് ജസ്റ്റ് ആ ന്യൂസ് ഒന്ന് കാണാം. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന പരാതിയിൽ തൃശൂരിൽ ഇൻസ്റ്റഗ്രാം കോണ്ടന്റ് ക്രിയേറ്റർ അറസ്റ്റിലായിരിക്കുകയാണ്. താന്യം സ്വദേശി യദു ഗിരീഷാണ് പോലീസ് പിടിയിലായത്. ഇൻസ്റ്റഗ്രാമിൽ ഇയാൾക്ക് 50,000-നടുത്ത് ഫോളോവേഴ്സാണുള്ളത്. യുവതികളുടെ നഗ്ന വീഡിയോ ചിത്രീകരിച്ച് ഭീഷണിപ്പെടുത്തിയെന്നും യുവതികളിൽ നിന്ന് പണം തട്ടിയെടുത്തെന്നും പരാതിയിലുണ്ട്. തൃശൂരിൽ നിന്നും അനഘ മുരളി ചേർന്നുണ്ട് ഈ വാർത്തയുടെ വിവരങ്ങളുമായി. അനഘ, ഇയാൾക്കെതിരെ നിരവധി പരാതികൾ ഉയർന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് ഈ കേസിന്റെ വിശദാംശങ്ങൾ? ഓക്കെ, അപ്പം ഇതായിരുന്നു ആ ഒരു ന്യൂസ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു 2022 ഞാൻ സ്ക്രീൻ റെക്കോർഡും കാര്യങ്ങളൊക്കെ ഇവിടെ വെക്കാം. 2022 ഈ യദു എന്ന് പറയുന്ന വ്യക്തിക്ക് ഞാൻ ആദ്യമായിട്ട് മെസ്സേജ് അയക്കുന്നത്. ആ മെസ്സേജ് അയക്കാനുള്ള കാരണം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഒരു സ്ത്രീ എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ട് എൻ്റെ അടുത്ത് ഈ ഒരു വ്യക്തിനെ അറിയുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് അറിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിയാത്തത് കൊണ്ടാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ യദു എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹെലൻ ഓഫ് സ്പാർട്ടിയും ഞാനൊക്കെ ഭയങ്കര കമ്പനിയാണ്, ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സാണ്, ഞങ്ങൾ തിക്ക് ഫ്രണ്ട്സാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. ഞാൻ പറഞ്ഞു എനിക്ക് ID ഒന്ന് ഷെയർ ചെയ്ത് തരുമോ, എൻ്റെ തിക്ക് ഫ്രണ്ടിനെ എനിക്കും കൂടി ഒന്ന് പരിചയപ്പെടാലോ എന്ന് വെച്ചിട്ട് എനിക്ക് ID ഷെയർ ചെയ്ത് തന്നു. അപ്പോൾ ഞാൻ പ്രൊഫൈൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് 2022 തോന്നുന്നു എൻ്റെ കൂടെ ഒരു ഡ്യുവറ്റ് റിമിക്സ്, എൻ്റെ വീഡിയോക്ക് ഒരു റിമിക്സ് ഈ യദു എന്ന് പറയുന്ന വ്യക്തി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് യദു എന്ന് പറയുന്ന വ്യക്തിയല്ല, ആര് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നോർമലി അറിയുന്നവർക്ക് ചിലപ്പം നോട്ട് ചെയ്തിട്ടുണ്ടാവും. ഏകദേശം ഞാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ റീലുകളിലും ഞാൻ പോയി കമൻ്റ് ഇടാറുണ്ട്. നല്ലതാണെങ്കിൽ നല്ലതാണ് എന്നുള്ളത് ഞാൻ പറയാറുണ്ട്. നല്ലതല്ലെങ്കിൽ കൂടി എന്തെങ്കിലുമൊക്കെ ഇമോജിയൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ വരാറുണ്ട്. കമൻറ്റ് ചെയ്യാൻ എല്ലാവർക്കും അത് ഞാൻ ഫോളോവേഴ്സ് കൗണ്ട് നോക്കാറില്ല, അങ്ങനെ ഒന്നും നോക്കാറില്ല. ഞാനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ് എന്നുണ്ടെങ്കിൽ അതിൽ ഞാൻ കമൻറ്റ് ഇടാറുണ്ട്. ആ പറഞ്ഞതുപോലെ ഞാനുമായിട്ട് ചെയ്തിട്ടുള്ള റിമിക്സ് വീഡിയോൻ്റെ അകത്ത് എനിക്കൊന്ന് ഞാൻ കമൻറ്റോ അങ്ങനെ എന്തോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഈ യദു എന്ന് പറയുന്ന വ്യക്തി ഞാനും തമ്മിലുള്ള തിക്ക് ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളത്. ഓക്കെ, എന്നിട്ട് ഞാൻ ഈ ലേഡീൻ്റെ അടുത്ത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു എനിക്ക് ഈ വ്യക്തിനെ പേഴ്സണലി ഒരു പരിചയവുമില്ല, എൻ്റെ കൂടെയല്ല, ഞാൻ ചെയ്ത വീഡിയോ എടുത്തിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ താഴത്തൊരു കമൻറ്റ് ഇട്ടു എന്നല്ലാതെ വേറെ ഒന്നും എനിക്ക് ഈ ചെങ്ങായിനെ കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഇയാളുടെ പ്രൊഫൈലിൽ കയറി ഒരു മെസ്സേജ് അയച്ചു, ഹായ് എന്ന് പറഞ്ഞിട്ട്. തിരിച്ച് റിപ്ലൈ വന്നു. എന്നിട്ട് ഞാൻ ചോദിച്ചു ഇങ്ങനൊരു ന്യൂസ് ഉണ്ടല്ലോ നിങ്ങളെ കുറിച്ചിട്ട്, നമ്മൾ ഭയങ്കര കമ്പനിയാണെന്ന് നിങ്ങൾ ആരുടെ അടുത്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ ചെങ്ങായി പറഞ്ഞു ഇല്ല, ഞാൻ ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല, കമ്പനിയാണെന്നൊക്കെ ഉള്ളത്, എന്തൊക്കെയാണ് പറയുന്നത്, അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് സംസാരിച്ചത്. എന്നിട്ട് ഞാൻ ഈ ലേഡീൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ വളരെ കൃത്യമായിട്ട് കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുക. സെയിം ആണ് ഈ പറയുന്ന പോലെ പ്രണയമാണ് എന്ന് പറഞ്ഞിട്ട് ഇവരെ ഫിസിക്കലി ഉപയോഗിച്ചു, അത് കഴിഞ്ഞ് പിന്നെ ചീറ്റ് ചെയ്തു, അങ്ങനെ ഒരു സംഭവം തന്നെയാണ്. ഞാൻ പറഞ്ഞു നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൺസേൺ ഇല്ലാണ്ട് ഇപ്പം അറിവില്ലാതെ ഒക്കെയാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയി കംപ്ലൈൻറ്റ് കൊടുക്കാം. കംപ്ലൈൻറ്റ് കൊടുക്കാന്നല്ല, കൊടുക്കണം തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഈ യദു എന്ന് പറയുന്ന വ്യക്തി എൻ്റെ അടുത്ത് പറഞ്ഞു ഞങ്ങളത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് സോൾവ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞൊരു സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ എനിക്ക് അയച്ചു. ഓക്കെ, നിങ്ങൾ പിന്നെ അങ്ങനെ എനിക്ക് അപ്പോഴും ഈ വ്യക്തിനെ കുറിച്ച് ഒന്നും എനിക്കറിയില്ല. എൻ്റെ പേര് അവിടെ ആഡ് ആയതുകൊണ്ട് മാത്രമാണ് ഈ ചങ്ങായിക്ക് ഞാൻ മെസ്സേജ് അയച്ചത്. അന്ന് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് തീർത്തു എന്ന് പറഞ്ഞതിന് ശേഷം ഈ പിന്നെ വീഡിയോ എടുക്കുന്ന ഈ നിമിഷം വരെ ആ ചെങ്ങായിക്ക് ഒരു മെസ്സേജോ അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള കമ്പനിയും ഞാനുമായിട്ടില്ല. അത് ഞാൻ എല്ലാ പെൺകുട്ടികളോടും പറയുകയാണ്. അത് കഴിഞ്ഞ് ഇപ്പോഴാണ് എന്നെ ഡൂഡ് വിളിച്ചിട്ട് പറഞ്ഞത്, സീക്രട്ട് ഏജന്റ് വിളിച്ച് പറഞ്ഞത്, കുറച്ച് കുട്ടികൾ സീക്രട്ട് ഏജന്റിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. യദു എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞു ഇത്രേ ഹെലൻ ഓഫ് സ്പാർട്ടയും സീക്രട്ട് ഏജന്റും ഈ യദുവിന്റെ ഫ്രണ്ട് ആണെന്നുള്ളത്. അവർ പുറത്ത് പറയാൻ പേടിച്ചിട്ട് അല്ലെങ്കിൽ പിന്നെ ചിലപ്പം അവർക്ക് അങ്ങനെ ചെറിയൊരു കോണ്ടന്റ് ക്രിയേറ്ററിന്റെ ഫ്രണ്ടാണ് ഞാനെന്ന് പറയുന്നതിലുള്ള നാണക്കേട് വിചാരിച്ചിട്ടായിരിക്കാം അവർ പറയാത്തത്, അത് ഹൈഡ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത്. ഞാൻ എൻ്റെ ഈ വീഡിയോ കാണുന്ന പെൺകുട്ടികളോടാണ് ഞാൻ പറയുന്നത്, ഇതുപോലെയുള്ള വലയിൽ വീഴാൻ നിൽക്കുന്ന പെൺകുട്ടികളോടാണ് ഞാൻ പറയുന്നത്. ഞാൻ ഇമാതിരി ടീമൊന്നും ഞാൻ യാതൊരു ബന്ധവുമില്ല. ഇനി അടുത്തത്, ഞാൻ ഇനി ബന്ധമുണ്ട് എന്ന് തന്നെ ഇരിക്കട്ടെ, ഈ യദുവിനെ എനിക്ക് അറിയാൻ തന്നെ ഇരിക്കട്ടെ, ഞാൻ ആരാണ്?
സീക്രട്ട് ഏജന്റ് ആരാണ്? നിങ്ങൾ ഏതെങ്കിലും ഒരാൾ വന്നിട്ട് എനിക്ക് ഇന്ന കോണ്ടന്റ് ക്രിയേറ്ററിനെ അറിയാം, ഇന്ന റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളെ അറിയാമെന്ന് പറയുന്ന സമയത്തേക്ക് എങ്ങനെയാണ് നിങ്ങൾ പ്രണയത്തിലാവുന്നത്? എനിക്ക് തീരെ മനസ്സിലാവുന്നില്ല അത്. അല്ലെങ്കിൽ ഈ ബ്ലൂ ടിക്കിലൊക്കെ എന്ത് കാര്യമാണ് ഇരിക്കുന്നത്? ഫോളോവേഴ്സ് കൗണ്ടിൽ എന്ത് കാര്യമാണ് ഇരിക്കുന്നത്? നിങ്ങൾക്ക് തീരെ ബുദ്ധിയില്ലേ കുട്ടികളെ? ഈ 16ഓളം പെൺകുട്ടികളെ പീഡിപ്പിച്ചു എന്ന് പറയുന്നു. ഈ 16 പെൺകുട്ടികളെയും എൻ്റെ ചോദ്യം ഇതാണ്, നിങ്ങളെ കൺസേൺ ഇല്ലാണ്ടാണോ നിങ്ങൾ ഫിസിക്കൽ റിലേഷൻഷിപ്പിലായത്? ഒരു കുട്ടി 6 വർഷമായിട്ട് ഈ യദുമായിട്ട് റിലേഷൻഷിപ്പിലാണ്. 6 വർഷമായിട്ടും ആ കുട്ടിക്ക് അറിയില്ല യദു മാരിഡ് ആണ്, ഒരു കുട്ടിയുടെ തന്തയാണ് എന്നുള്ളത് അറിയില്ല എന്ന് പറയുന്നു. അപ്പം നിങ്ങൾ ഇവന്റെ കഴിവ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഈ യദുവിന്റെ കഴിവൊന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. 6 വർഷമായിട്ട് ഒരു പെൺകുട്ടീനെ ഒരു കുട്ടിയും ഭാര്യയും ഉണ്ടാവുമ്പോൾ തന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവൻ. ചെറ്റനാറി. 16 കുട്ടികളെയും ഇവൻ റേപ്പ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളെ കൺസേൺ ഇല്ലാണ്ട് നമ്മളെ ഒറ്റപ്പെട്ട സ്ഥലത്തേക്ക് പിടിച്ചു വലിച്ചു കൊണ്ടുപോയി വല്ലതും തന്നിട്ടോ അങ്ങനെ മയക്കി കിടത്തിയിട്ട് അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് റേപ്പ് എന്നുള്ളൊരു ഇതിലേക്ക് പെടും. അതല്ല, പരസ്പരം ഇഷ്ടത്തോട് കൂടിയിട്ട് ഞങ്ങൾ പ്രണയത്തിലാണ്, യദു എന്നെ കല്യാണം കഴിക്കാം, വിവാഹ വാഗ്ദാനമാണത്, വിവാഹമല്ല. എനിക്ക് തോന്നുന്നു മുമ്പ് ഒരു പ്രാവശ്യം ഇതുപോലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വിവാഹ വാഗ്ദാനം തരുമ്പോഴത്തേക്കും നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് ഫിസിക്കൽ റിലേഷൻഷിപ്പിന് റെഡി ആവുന്നത്? ഇനി റെഡി ആയി എന്ന് തന്നെ ഇരിക്കട്ടെ, അതെങ്ങനെ പീഡനമാവും? ഒരാൾ നിങ്ങളടുത്ത് പറയുകയാണ് ഞാൻ എന്തായാലും കല്യാണം കഴിക്കാൻ വാന്ന്, അങ്ങനെ പോവാണ്. നിങ്ങൾക്ക് തിരിച്ചു പറയാൻ പറ്റുന്നില്ല? നമുക്ക് മറ്റേ ആ ഒരു വരുത്തപ്പെടാത്ത വാലിബർ സംഘത്തിലുള്ള പോലെ കല്യാണത്തിക്ക് മുன்னாടി റിഹേഴ്സൽ പക്കലമാ എന്ന് ചോദിക്കുമ്പോ എന്ന് പറഞ്ഞ് അങ്ങോട്ട് ആട്ടണം. മനസ്സിലായില്ലേ? പറ്റില്ല. ഏട്ടായി നമുക്ക് വിവാഹത്തിന് ശേഷമുള്ള പ്രാക്ടിക്കൽ മതി എന്ന് പറഞ്ഞാൽ മതിയായിരുന്നില്ലേ? ഇത് എനിക്ക് കണക്ട് ആവുന്നേ ഇല്ല എങ്ങനെ അത് പീഡനമാവും എന്നുള്ളത്. ഇപ്പൊ നൈസായിട്ട് യദു ഊരിപ്പോരും. ഈ 16 പെൺകുട്ടികളുടെയും ഇഷ്ടത്തോടെയാണ് ഈ പറയുന്ന പോലെ യദു പോയിട്ട് ഇതുപോലെ എവിടെയെങ്കിലും റൂം എടുത്തിട്ടോ, കാരണം ഇനിയിപ്പോ എന്തായാലും തെളിവെടുപ്പുകളും അന്വേഷണങ്ങളും കാര്യങ്ങളും ഒക്കെ വരുമല്ലോ. അതില് റേപ്പിനിരയായതല്ല എന്ന് ബോധ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ യദു നൈസായിട്ട് ഊരി വരും. അത് കഴിഞ്ഞ് വീണ്ടും പെൺകുട്ടികളെ ഇവൻ പറ്റിക്കും. 2022 എനിക്ക് ആദ്യമായിട്ട് ഈ വ്യക്തി പറ്റിക്കപ്പെട്ട ഒരു സ്ത്രീ മെസ്സേജ് അയക്കുന്നത്. 2022 ഇത് 2026 ഇതൊന്നും മനസ്സിലാക്കാനുള്ള കഴിവില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അല്ല കുട്ടികളെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളുടെ അടുത്ത്. ഇൻസ്റ്റഗ്രാമിൽ വീഡിയോസ് ചെയ്യുന്ന, പിന്നെ റീൽസ് ഇടുന്ന, കോണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാ മനുഷ്യന്മാരും പുണ്യാളന്മാരാണെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? മനസ്സിലാവുന്നില്ല എനിക്കത്. അങ്ങനെയുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഇതെല്ലാം മനുഷ്യന്മാർ തന്നെയാണ് ഈ പിന്നെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്നൊക്കെ പറയുന്നത്. ഫോളോവേഴ്സ് കൗണ്ട് അല്ല ഒരാളുടെ ക്യാരക്ടർ തീരുമാനിക്കുന്നത്. ഇതൊക്കെ നിങ്ങൾ എപ്പോഴാണ് ഇനി മനസ്സിലാക്കുന്നത്? നിങ്ങൾ പറ്റിക്കപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഐ ഫീൽ വെരി വെരി സാഡ് ഫോർ യു. അതില്ലാന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങളൊരു വിശ്വാസത്തിന്റെ പുറത്തായിരിക്കാം ഈ പറയുന്ന ആളുടെ കൂടെ ഫിസിക്കൽ റിലേഷൻഷിപ്പിന് റെഡി ആയത്. എന്തായാലും ജീവിതാവസാനം വരെ എൻ്റെ കൂടെ ഉണ്ടാവുന്ന ഒരാളാണ് എന്നൊക്കെയുള്ള ധാരണയിൽ. അതല്ലെങ്കിൽ ഇവൻ നിങ്ങളെ അങ്ങനെ ധരിപ്പിച്ചതിന്റെ പേരിൽ തന്നെ ആയിരിക്കാം. അല്ലാതൊന്നും ഞാൻ വാദിക്കാൻ ഞാൻ ആളല്ല. പക്ഷെ അതിൽ കാര്യമില്ല. നിങ്ങളത് മനസ്സിലാക്കണം. നിങ്ങൾ കൊണ്ടുപോയി കേസ് കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ കൺസേൺ ഇല്ലാതെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ പറയാ? അങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ട് ഈ നാറി ചെയ്ത വേറൊരു പരിപാടി എന്താണെന്ന് വെച്ചാൽ കണ്ണടിച്ച് പണ്ടാരത്തിന് പൊട്ടിക്കണം എന്ന് ഞാൻ പറയുന്നത്. ഈ ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ആയതിനു ശേഷം ഇവരുടെ നഗ്ന വീഡിയോ എടുക്കുകയും പിന്നെ അത് വെച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നൊക്കെ, പൈസ ചോദിച്ചു എന്നൊക്കെ. എടാ നല്ല ആരോഗ്യം ഉണ്ടല്ലോടാ നിനക്ക് മൊട്ടസിവേ, പണിക്ക് പോയി ജീവിച്ചൂടെടാ നിനക്കെല്ലാം. ഞാൻ ചോദിക്കുന്നതാണ്. എന്ത് തന്നെ ആവട്ടെ, എടാ പറ്റിച്ച് ജീവിക്കുന്നതിനേക്കാളും നിനക്ക് വല്ല പണിക്കും പോയിക്കൂടെ? എന്നാൽ നിനക്ക് വിയർപ്പിന്റെ അസുഖം ഉണ്ട് തന്നെ വെച്ചോ, നീ ഈ കോണ്ടന്റ് ക്രിയേഷൻ തന്നെ മുന്നോട്ട് കൊണ്ടുപോയിക്കോളൂ. ഒരു വിഷയമുള്ള കാര്യമൊന്നുമല്ല. നമുക്കൊക്കെ വിയർപ്പിന്റെ അസുഖം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. നിനക്ക് വല്ല യൂട്യൂബ് ചാനലോ, നിന്റെ ലാസ്റ്റ് റീലൊക്കെ അടിപൊളിയാണ്. പിന്നെ ഇത് ദൈവത്തിന്റെ ഡിവോഷണൽ ടൈപ്പ് ഒരു സാധനമൊക്കെ അടിപൊളിയാണ്, അല്ലാന്ന് പറയുന്നില്ല. അത് കൊണ്ടുപോവാ. നിനക്കൊരു ഭാര്യയുണ്ട്, ഒരു കുഞ്ഞുണ്ട്, അവരുടെ കാര്യം നോക്കി അങ്ങ് ജീവിച്ചു പോവാന്നല്ലാണ്ട് നാട്ടിൽ കണ്ട പെൺകുട്ടികളെല്ലാം വിവാഹ വാഗ്ദാനം നൽകി പറ്റിക്കല നിന്റെ പരിപാടി. എടാ എന്തെന്നാടാ ഇതെല്ലാം?
മുടിയും മുറിച്ച് മൊട്ടസീലായിട്ട് നടക്കുന്നുണ്ട്. എന്നിട്ട് ഇത്രയും പെൺകുട്ടികളെ പറ്റിക്കുകയും ചെയ്തിട്ട് ലൈക്ക് സീരിയസ്ലി ഇവനെല്ലാം നൈസായിട്ട് ഇറങ്ങും ഇപ്പം. അത് കഴിഞ്ഞ് നിങ്ങളുണ്ടല്ലോ, നിങ്ങൾ എൻ്റെ ഈ വീഡിയോ സേവ് ചെയ്ത് വെച്ചോ. ഇത്രയല്ല ഇത് ന്യൂസ് വന്നു, എല്ലാവരും ഇത് അറിഞ്ഞു, എന്നിട്ടും ഇതിൽ പോയി പെടാനുള്ള പെൺകുട്ടികൾ ബാക്കിയുണ്ടാവും. ഇനിയും ഇതിൽ പോയി പെടാൻ പെൺകുട്ടികൾ ബാക്കിയുണ്ടാവും. തീരെ തീരെ ബുദ്ധിയില്ല. പിന്നെ ഇവൻ പല രീതിയിലാണ് ഇവന്റെ തട്ടിപ്പ്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല 2026 എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നുള്ളത്. ആ ആളെ പറ്റിച്ച രീതി എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്? പിന്നെ ഇവന്റെ മെയിൻ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സിമ്പത്തി എന്ന് പറയാൻ പറ്റില്ല, ഇതിനാ ഒരു ലൈക്ക് അനുകമ്പ പിടിച്ചു പറ്റില്ലാണ് ഇവന്റെ മെയിൻ. ഇവൻ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നോർമൽ മെസ്സേജസ് അയക്കും, ഹലോ ഹായ് സുഖല്ല എന്താണെന്നൊക്കെ അങ്ങനെയൊക്കെ അയക്കും. പിന്നെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇവൻ പറയും, പിന്നെ ഏതെങ്കിലും ഒരു ഫോട്ടോ അയച്ചിട്ട് നമ്മുടെ പ്രൊഫൈലിൽ ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ട് ക്രഷ് ആയി എന്ന് പറയും. പിന്നെ അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ റിപ്ലൈയും കൂടെ നോക്കും. പിന്നെ എന്നിട്ട് ഇവർ ഫസ്റ്റ് ആ സ്ത്രീ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവർ ഫസ്റ്റ് റെസ്പോണ്ട് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു, അതങ്ങനെ വിട്ടു. പിന്നെ സ്വാഭാവികമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിലുള്ള ചാറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ ഒരു പ്രാവശ്യം ഈ യദു വൺ ടൈം ആയിട്ടൊരു ഫോട്ടോ അയച്ചു കൊടുക്കുന്നു. ഇവൻ പറഞ്ഞെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവനൊരു എത്തിക്കൽ ഹാക്കറാണ്, ഒരു പ്രൈവറ്റ് കമ്പനിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നതാണ് ബാംഗ്ലൂരിൽ. അങ്ങനെ പറഞ്ഞിട്ട് ഒരു ഫോട്ടോ, ഒരു വൺ ടൈം ഫോട്ടോ അയച്ചു കൊടുക്കുകയാണ്. അതിൽ ഒന്ന് ചെറുതായിട്ട് ഇയാളുടെ പ്രൈവറ്റ് പാർട്ട് എന്തോ കാണുന്നുണ്ട് ആളുടെ ഈ യദുവിൻ്റെ. അപ്പോൾ ഇവർ പറഞ്ഞത് ഞാനത് ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല, വൺ ടൈം അയച്ചു, ആ ഫോട്ടോ കണ്ടവിടെ വിട്ടു. അത് കഴിഞ്ഞിട്ട് ഇവൻ അപ്പം തന്നെ ഡിലീറ്റ് ചെയ്തിട്ട് അൺസെൻഡ് ചെയ്തിട്ട് പറഞ്ഞു ഇത്രേ, സോറി ആ ഫോട്ടോ കണ്ടായിരുന്നു, അത് ദയവേത് ഡിലീറ്റ് ചെയ്യണം. അപ്പം ഇവർ പറഞ്ഞു ഞാൻ ഡിലീറ്റ് ചെയ്യാൻ ഞാനത് കണ്ടിട്ടും പോലും ഇല്ല. അല്ല എല്ലാവർക്കും ഇപ്രാവശ്യം ഇപ്പം എല്ലാവരുടെ കയ്യിലും 2 ഫോണൊക്കെ ഉള്ളതല്ലേ, വേറെ ഫോണിൽ എൻ്റെ ഫോട്ടോ വല്ലതും എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ യദു പറഞ്ഞു. അപ്പം ഇവരിങ്ങനെ ഓ മൈ ഗോഡ് എന്താണ് ഇവർ പറയുന്നത്. അപ്പം ഇവർ പറഞ്ഞു നിങ്ങൾ എത്തിക്കൽ ഹാക്കർ അല്ലേ, എൻ്റെ ഫോൺ നിങ്ങൾ എത്തിക്കൽ ഹാക്കിങ് വഴി ചെക്ക് ചെയ്തോളൂ, ഞാൻ എവിടെയും ഫോട്ടോ ഒന്നും എടുത്ത് വെച്ചിട്ടില്ല. അല്ല നിങ്ങൾ അപ്പം യദു പറഞ്ഞു ഇത്രേ, നിങ്ങൾ പെണ്ണുങ്ങൾക്ക് മാത്രമാണോ ചാരിത്രം ഉള്ളത്, ഞങ്ങൾ ആണുങ്ങൾക്കില്ലേ, ഞങ്ങൾക്കും ഇല്ലേ, അതറിയാണ്ട് സെൻഡായി പോയതല്ലേ, അതൊന്ന് ഡിലീറ്റ് ചെയ്യ് പ്ലീസ് യദു പറഞ്ഞു ഇത്രേ. അപ്പം ആ ഒരു സാധനം വരുന്ന സമയത്ത് ഇവർക്കൊരു ഇത് തോന്നി, ഒരു ഇംപ്രഷൻ തോന്നി ഈ യദുവിൻ്റെ അടുത്ത്. വാവ്, അറിയാണ്ട് അയച്ചു പോയതാണ്, അതിലെവിടെയോ ഒരു ചെറുതായിട്ടാണെങ്കിൽ പോലും നമ്മുടെ ഒരു ശരീരത്തിൻ്റെ ഒരു ഭാഗം കണ്ടത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു സ്ത്രീയാണ്. എന്നിട്ട് പോലും ആ ഒരു പേടി, യദുവിൻ്റെ ഉള്ളിൽ ആ ഒരു പേടിയാണ് ഇവരെ യദുവിലേക്ക് ഒരു അട്രാക്ഷൻ ഉണ്ടാക്കിയത് എന്നുള്ളതാണ്. യദു പറഞ്ഞു ഇത്രേ, എനിക്ക് ഫോണ് കാണണം, എനിക്ക് എന്നെ ഡിലീറ്റ് ചെയ്യണം, എൻ്റെ ചാരിത്രം എനിക്ക് സൂക്ഷിക്കണം, എനിക്ക് കാത്തു രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് ഇവർ വിളിച്ചു വരുത്തിയത്. അങ്ങനെയാണ് ഇവർ ഇഷ്ടത്തിലാവുന്നത്. ഇഷ്ടത്തിലാവാൻ എന്തൊക്കെ വഴികളല്ലേ. ഞാൻ പറഞ്ഞു ഇവൻ പുറത്തിറങ്ങിയിട്ട് ഇവനൊരു ബുക്ക് എഴുതണം, പിന്നെ പെൺകുട്ടികളെ വലയിലാക്കാൻ പറ്റിയ ഒറ്റമൂലികൾ, 101 ഒറ്റമൂലികൾ, 201 ഒറ്റമൂലികൾ എന്നൊക്കെ പറഞ്ഞിട്ട് നീ ഒരു ബുക്ക് എഴുതണം. കാരണം ഇതൊക്കെ വെറൈറ്റി സാധനങ്ങളാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇമാതിരി ചതി? ഇനി 16 പെൺകുട്ടികൾ വന്നിരുന്ന് പറയുമ്പോൾ 16 ഞെട്ടിക്കുന്ന കഥകൾ ഉണ്ടാവാം. 16 നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളായിരിക്കാം ഈ യദു ചെയ്തിട്ടുണ്ടാവുന്നത്. അപ്പം ഞാനിങ്ങനെ ചോദിച്ചു, അപ്പോൾ ഈ ഇവൻ്റെ ഭാര്യ എന്ന് പറയുന്ന ഒരു സ്ത്രീ അവിടെ അവശേഷിക്കുന്നുണ്ടല്ലോ, ഈ ഭാര്യയ്ക്ക് ഈ 16 പെൺകുട്ടികളോടും ഇവൻ ചാറ്റ് ചെയ്യുന്നതും പിന്നെ കോണ്ടാക്ട് ചെയ്യുന്നതും ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പത്തറ്റിക് ആയിട്ടുള്ള അവസ്ഥയാണ് അല്ലേ. അപ്പോൾ ഇവരെ ഈ ഭാര്യനെ കോണ്ടാക്ട് ചെയ്ത സമയത്ത് ഭാര്യ പറഞ്ഞു ഇത്രേ, എനിക്കൊരു കുട്ടിയുണ്ട്, എൻ്റെ കുട്ടിക്ക് വേണ്ടി നിങ്ങൾ ഇവൻ 16 പെൺകുട്ടികളെയും ചതിച്ചത് ക്ഷമിക്കണം എന്നൊക്കെ. ആരോ വന്നു ഗൈസ്, ആരാണത് വന്നത്? ചാച്ചു ആണത് വന്നത്. ഓക്കെ, ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞു എന്ന്. 16 പെൺകുട്ടികളെ ചതിച്ചത് ക്ഷമിക്കണം എന്ന് കുട്ടിക്ക് വേണ്ടിയിട്ട്. അപ്പം അത്രയും പെൺകുട്ടികൾ, നിങ്ങളൊരു സ്ത്രീയാണ്, അപ്പം അത്രയും പെൺകുട്ടികളുടെ ഫീലിങ്സ് വെച്ച് കളിച്ചത് ഒരു വിഷയമല്ല എന്നാണ് ഇവർ പറഞ്ഞു വരുന്നത്. ആൾക്ക് വേറെ വഴിയില്ലായിരിക്കാം, എനിക്ക് എൻ്റെ കുട്ടീനെ നോക്കണം, എനിക്ക് വേറെ വഴിയില്ല, എനിക്കൊരു കുട്ടിയുണ്ട് എന്നൊക്കെ. വേറെ വഴിയില്ല എന്നോ? 16 പെൺകുട്ടികളെ ചതിച്ച ഒരാൾ നിങ്ങൾ പിന്നെയും ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നതാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? വേറെ വഴിയൊന്നുമില്ല, കുട്ടീനെ നോക്കാൻ വേറെ വഴിയൊന്നുമില്ല, കുട്ടിയായിപ്പോയി, എനിക്കൊരു കുഞ്ഞായിപ്പോയി, ഇനി ഞാൻ എന്ത് ചെയ്യും? ഇന്നത്തെ കാലത്തും ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് ഇല്ലേ? ഇത്രയും വലിയൊരു ചതിയനെ പിന്നെയും നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യും കുട്ടിക്ക് വേണ്ടിയിട്ട്? എത്രയോ സിംഗിൾ പാരൻസ് ഉണ്ട് ഇവിടെ, അന്തസ്സായിട്ട് മക്കളെ നോക്കുന്നത്. ഇങ്ങനെയുള്ള നാറിന്റെ കൂടെയൊക്കെ ജീവിക്കുന്നതിനേക്കാൾ ബെറ്റർ അതാണ്.
അപ്പോൾ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്ന സമയത്ത് എനിക്ക് നിങ്ങളടുത്ത് ഒറ്റ കാര്യം പറയാനുള്ളൂ, പെൺകുട്ടികളോടാണ് പറയാനുള്ളത്. ദയവ് ചെയ്തിട്ട് ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഒന്നും വലയിൽ പോയി വീഴാണ്ടിരിക്കുക. ഇനി അവരുടെ എത്ര വലിയ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണെന്ന് പറഞ്ഞാലും, അവർക്ക് എത്ര ഫോളോവേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാലും, എന്ത് തന്നെ പറഞ്ഞാലും, ആരെയും നമ്മൾ ഏത് സിനിമയിലായിരുന്നു മറ്റിങ്ങനെ കരഞ്ഞുകൊണ്ട് പറഞ്ഞ ഒരു തെണ്ടിനെയും വിശ്വസിക്കരുത്. അതന്നെയാണ് പറയാനുള്ളത്. കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ്, അവരൊക്കെ അടിപൊളിയാണ്, അവരൊക്കെ സൂപ്പറാണ്, അവരൊരിക്കലും ചതിക്കില്ല, അങ്ങനെയൊന്നുമില്ല. മനസ്സിലായില്ലേ? ഇനിയെങ്കിലും ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ഇതിന്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളും വരും എന്ന് വിശ്വസിക്കുന്നു. കുറച്ച് കുട്ടികൾ എന്നെ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഡൂഡ് ഞാൻ നമ്പർ കൊടുത്തോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ബാക്കി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. ബി വെരി വെരി കെയർഫുൾ ഗൈസ്, ഗേൾസിനോട് മാത്രമല്ല ബോയ്സിനോടും.